നമസ്കാരം. ദേവസൈന്യയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 28 സ്വാഗതം. വ്രജേശ്വരൻ ചങ്ങാതിമാരെ അഘാസുര വക്ത്രത്തിൽ നിന്നും രക്ഷിച്ച് യമുനാപുളിനത്തിൽ കൊണ്ടുപോയിരുത്തി. വത്സങ്ങളെ ജലപാനം ചെയ്യിച്ചിട്ട് തങ്ങൾക്ക് കാണത്തക്ക വിധം പുല്ലുള്ള സ്ഥലത്ത് മേയാനാക്കി. പ്രകൃതി രമണീയമായ മണൽത്തട്ടിൽ ഉച്ചഭക്ഷണത്തിനായി ഭഗവാനെ ചുറ്റി ബാലന്മാരെല്ലാവരും ഇരുന്നു. പ്രിയപ്പെട്ട കൃഷ്ണനെ എല്ലാവർക്കും കണ്ടുകൊണ്ടേയിരിക്കണം. അപ്പോൾ അവരുടെ മുഖം സന്തോഷത്താൽ വികസിക്കും. താമര കേസരത്തെ ചുറ്റി ദളങ്ങളെന്ന പോലെ ഭഗവാനെ ചുറ്റി ബാലന്മാർ ശോഭിച്ചു. അനന്തരം ഊണിനുള്ള ആരംഭമായി. ഇലകൾ, മരത്തോലുകൾ, പരന്ന കല്ലുകൾ മുതലായവയിൽ തങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള പദാർത്ഥങ്ങളെ വിളമ്പി കൂട്ടുകാർക്കും ഭാഗിച്ചു കൊടുത്തു. പരസ്പരം പരിഹാസമായി, നിന്റെ അമ്മയ്ക്ക് കറി വയ്ക്കാൻ അറിഞ്ഞുകൂടാ, നോക്ക് എൻ്റെ അമ്മ എത്ര നന്നായി വച്ചിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞും ചിരിച്ചും ചിരിപ്പിച്ചും അവർ ഭോജനം തുടങ്ങി. ആ സംഘമധ്യത്തിൽ പ്രശോഭിച്ചിരിക്കുന്ന സർവേശ്വരൻ്റെ ഗോപാലവേഷം ധ്യാനയോഗ്യമാം വണ്ണം അതികമനീയമായിരുന്നു. ഒരു പീതാംബരമുടുത്ത് മറ്റൊന്ന് അരയിൽ മുറുക്കിക്കെട്ടി ഇടയിൽ വേണുവിനെ തിരുകി ഇടത്തെ കക്ഷത്തിൽ കൊമ്പും വടിയും വലത്തെ തൃക്കൈയിൽ ചോറുരുളയും വിരലുകൾക്കിടയിൽ ഉപ്പേരി, ഉപ്പിലിട്ടത് മുതലായ ഉപദംശങ്ങളും വഹിച്ചുകൊണ്ട് പ്രഭു വിരാജിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഓരോ നർമ്മവിനോദങ്ങൾ തട്ടിവിട്ട് ബാലന്മാർ വായിലിട്ട ചോറ് ഇറക്കുന്നതിന് മുൻപ് പൊട്ടിച്ചിരിപ്പിച്ച് അവരെ വിഷമിപ്പിക്കും. അവർ പ്രേമപൂർവം കൊടുക്കുന്ന ഭക്ഷ്യങ്ങളെ പ്രിയത്തോടുകൂടി വാങ്ങിക്കഴിക്കും. പരിശുദ്ധമായ യജ്ഞശാലയിൽ വേദവിത്തുക്കളായ വേദിയന്മാർ മന്ത്രതന്ത്രങ്ങളോടുകൂടി വിധിപ്രകാരം ഭക്തിപൂർവം സമർപ്പിക്കുന്ന ഹവിസ്സിനെ ഗ്രഹിക്കുന്ന യജ്ഞേശ്വരൻ ഇവിടെ കുട്ടികൾ പ്രേമപൂർവം കൊടുത്ത ഉച്ഛിഷ്ടങ്ങളെ അധികം പ്രീതിയോടുകൂടി ഭക്ഷിച്ചു. അത് നോക്കി നിന്ന സ്വർഗവാസികൾ ആശ്ചര്യഭരിതരായി സ്തംഭിച്ചു നിന്നുപോയി. ഇപ്രകാരം നാഥനിൽ കണ്ണും മനസ്സും വെച്ച് ബാലന്മാർ ഭക്ഷിച്ചു കൊണ്ടിരുന്നതിനിടയ്ക്ക് പശുക്കുട്ടികൾ മേഞ്ഞു നടന്ന് അകലെ പോയി. അവയെ കാണാഞ്ഞപ്പോൾ കുട്ടികൾക്ക് പരിഭ്രമമായി. അവരെണീറ്റ് തേടിപ്പോകാൻ ഭാവിച്ചു. അഭയപ്രദൻ അവരോട്, നിങ്ങൾ പേടിക്കാതെ ഉണ്ണുവിൻ, ഞാൻ തേടിപ്പിടിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് കയ്യിൽ ചോറുരുളയുമായി പുറപ്പെട്ടു. അല്പം മുമ്പ് അഘാസുരന് സായുജ്യം കൊടുത്ത ജഗദീശ്വരൻ്റെ അപ്രമേയ വൈഭവത്തെ നേരിട്ട് കണ്ട ബ്രഹ്മദേവന് ആ മായാബാലൻ്റെ അത്ഭുതമോഹന ലീലകളെ ഇനിയും കാണണമെന്ന് മോഹം തോന്നി. ശ്രീകൃഷ്ണൻ പോയി കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് വത്സങ്ങളെയും ബാലന്മാരെയും സ്വന്തം മായാശക്തിയാൽ മറച്ചു കളഞ്ഞു. ഭഗവാൻ കയ്യിൽ ചോറുരുളയുമായി ഒന്നും അറിയാത്ത മട്ടിൽ പർവ്വതങ്ങളിലും ഗുഹകളിലും വള്ളിക്കുടിലുകളിലും വൻകാടുകളിലും വത്സങ്ങളെ തിരഞ്ഞു നടന്നു. അവയെ എങ്ങും കാണാതെ യമുനാപുളിനത്തിൽ മടങ്ങി വന്നപ്പോൾ കൂട്ടുകാരെയും കണ്ടില്ല. വീണ്ടും വത്സങ്ങളെയും ബാലന്മാരെയും തിരഞ്ഞ് ഉച്ചത്തിൽ അവരുടെ പേരുകൾ വിളിച്ചുകൊണ്ട് 4 ഭാഗത്തും സഞ്ചരിച്ചു. എങ്ങും കാണാതായപ്പോൾ എല്ലാം ബ്രഹ്മാവിൻ്റെ വിദ്യയാണെന്ന് സർവജ്ഞന് മനസ്സിലായി. ബ്രഹ്മാവ് സങ്കല്പിച്ചപ്പോൾ തന്നെ സർവാന്തർയാമി അറിഞ്ഞു കഴിഞ്ഞിരുന്നു. അഥവാ ബ്രഹ്മാവിൻ്റെ സങ്കല്പത്തിന് തന്നെയും കാരണം ഹൃദയേശ്വരനായ ശ്രീകൃഷ്ണൻ്റെ പ്രേരണയായിരുന്നു. എങ്കിലും ബ്രഹ്മാവ് സന്തോഷിച്ചു കൊള്ളട്ടെ എന്നതിനായി നിന്തിരുവടി തിരഞ്ഞു നടന്നുവെന്നേ ഉള്ളൂ. ശ്രീകൃഷ്ണൻ ഒന്ന് മന്ദഹസിച്ചു. ബ്രഹ്മാവ് എൻ്റെ കളി കണ്ട് സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ആ ഭക്തൻ്റെ ആഗ്രഹം സാധിപ്പിക്കണം. അതിലുമുപരിയായി ഒന്നുണ്ട്. വ്രജത്തിലെ ഗോപികളും ഗോക്കളും പ്രാണാധിക പ്രേമത്തോടുകൂടി എന്നെ നിരന്തരം ഭജിക്കുന്നു. ഞാൻ അധിക സമയവും മാതാവായ യശോദയുടെ കൂടെ ഇരിക്കുന്നതിനാൽ അവർക്കെന്നെ സർവ്വസ്വാതന്ത്ര്യത്തോടെ ലാളിച്ചാനന്ദിക്കാൻ കഴിയുന്നില്ല. അതിൽ അവർക്ക് അതിയായ മനസ്താപമുണ്ട്. അവരെല്ലാവരെയും സന്തോഷിപ്പിക്കണം. കുറേ കാലം അവരോരോരുത്തരുടെയും സന്താനമായും ഇരിക്കാം. അവർ സുലഭമായി വാത്സല്യസേവ ചെയ്ത് ആനന്ദിക്കട്ടെ. മാതാവ് അനുഭവിക്കുന്ന ദിവ്യ ആനന്ദം ഏവർക്കും കിട്ടട്ടെ.